every little thing you do, it gets me thinking. Buy another shot, you got me drinking. Girl, you shut me down and there's no witness. Got me in my feels, she would never listen. All the alcohol is in my liver. വെൽക്കം ടു ഡെന്നി. നമുക്ക് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, ഒരു ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുക. ഉണ്ടാക്കിയ വീഡിയോ അല്ല കേട്ടോ, സോറി, ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, മെൽവിൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു ബാറ്ററി ബൈക്കാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വേണമെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇതിലിപ്പോൾ എന്ത് ടൈപ്പ് ബാറ്ററി നമ്മൾ വെച്ചിരിക്കാം? ഇതിൽ ലെഡ് ആസിഡ് ബാറ്ററി 12 വാട്ടിൻ്റെ 4 ബാറ്ററി ഇതിൽ വെച്ചാണ്. 4 ബാറ്ററി വരുന്നുണ്ട്. 4 ബാറ്ററി. അതുപോലെ മോട്ടർ ആണെങ്കിൽ എത്ര വാട്ടിൻ്റെ? മോട്ടർ 48 വോൾട്ട്, പിന്നെ 750 വാട്ടിൻ്റെ ബാറ്ററി. പിന്നെ ഇതിൻ്റെ കൺട്രോളിങ് സെറ്റ് ഇതിൽ ഏകദേശം എത്ര ചിലവ് വന്നിട്ടുണ്ട്? ഇതിന് ഞാൻ ആദ്യം ഒരു ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിന് ഒരു 30,000 അടുത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം 25,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 25,000 ചിലവ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, അത് നോർമലാണോ? ഇതിന് പവർ ബ്രേക്ക്, നമ്മുടെ സാധാരണ സൈക്കിളിൽ ഉണ്ടാവുന്ന ബ്രേക്ക്, പവർ ബ്രേക്ക്. ഡിസ്കിന് വേണമെങ്കിൽ നമുക്ക് ഡിസ്ക് വേണമെങ്കിൽ സെറ്റ് ആക്കാം. പിന്നെ ഷോക്കപ്പാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെൽഡ് ചെയ്താണോ അതോ ഓൾറെഡി അല്ല, നമ്മൾ ഒരു സൈക്കിൾ എടുത്തിട്ട്, കൂട്ടുകാരൻ്റെ സൈക്കിൾ എടുത്തിട്ട് അതിൽ നമ്മൾ മോട്ടർ സാധനങ്ങൾ വെൽഡ് ചെയ്ത്. പിന്നെ വേറെ യൂട്യൂബിൽ ചാനൽ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് മല്ലു ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. പുള്ളിക്കാരന് മല്ലു ടെക് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പുള്ളിക്കാർ ഇത് മാത്രമല്ല വേറൊരു ബൈക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും ആ ഓടിച്ചു പോകുന്നൊരു വീഡിയോ ആ ചാനലിലുണ്ട്. ഒരു വീഡിയോ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആളുടെ ചാനലിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം. ആരെങ്കിലും വഴി വല്ല ഐഡിയാസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഷെയർ ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരൻ ആ രീതിക്ക് ഇതിൽ വല്ല മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യും. പിന്നെ എനിക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 19 വയസ്സായിട്ട്. അതായത് എൻ്റെ സെയിം ഏജ് ആണ് കേട്ടോ. വരുന്ന ചോദ്യം പഠിക്കുന്നത് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ്. എവിടെയാണ്? ജർമ്മനിയിലാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ആക്സിലേറ്റർ ശരിയാക്കിയിട്ടില്ല എന്ന് തോന്നുന്നില്ല. ഇല്ല, ആക്സിലേറ്റർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ബുധനാഴ്ച വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ സ്വിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. സ്വിച്ചിൽ ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ വർക്കാവും. അതായത് സ്വിച്ച് ഇട്ട വഴിക്ക് ഇതിൻ്റെ ഫുൾ സ്പീഡ് കയറും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രത്യേകത. ആക്സിലേറ്റർ വന്നു കഴിഞ്ഞാൽ പതുക്കാനും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതായത് നമ്മുടെ സാധാരണ നമ്മളിപ്പോൾ EV കാറുകൾ ശ്രദ്ധിച്ചറിയാം, ഈ ബ്ലോക്കിലൊക്കെ ഈ കാർ നിർത്തിയിട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ ഒറ്റയടിക്ക് സ്പീഡ് കയറും. അപ്പോൾ നമ്മുടെ എൻജിൻ വണ്ടികളൊക്കെ ആകുമ്പോൾ പതുക്കെ സ്പീഡ് കയറണം. പക്ഷേ അതേസമയം ഈ ബാറ്ററിയുടെ വണ്ടി ആക്സിലേറ്ററിൽ കാല് വെക്കുമ്പോഴേക്കും ടയറിൽ കറങ്ങി റേസിംഗ് വണ്ടി പോകണം. അതാണ് ഈ ബാറ്ററി വണ്ടികളുടെ ഒക്കെ പ്രത്യേകത. അതായത് EV ഐറ്റംസിൻ്റെ ഇതിൻ്റെ നമ്മൾ അതേ സ്പീഡാക്കി കിട്ടണം. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുതിച്ച് പോവുക ചെയ്യണം. ഭയങ്കര പവറാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവൻ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനിയും ഇതുമ്പോൾ കുറേ പണികളുണ്ട്. ഞാനിപ്പോൾ തിരിച്ച് ജോലിക്കായിട്ട് ഉടുപ്പിയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരെ പെട്ടെന്ന് ശരിയാക്കിയിട്ട് വന്നതാണ്. ഒരു ദിവസം കൊണ്ട് അങ്ങനെ പണി ഫുള്ള് തീർത്തേ. പിന്നെ ഇതിനെ ടെസ്റ്റ് ചെയ്യണ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം. സംഭവത്തെ നമ്മൾ ഓടിച്ചു നോക്കിയിട്ടാണ്. അത് ഭയങ്കര പവറായ സംഭവം, നമുക്ക് കയ്യിൽ നിൽക്കണില്ല. പിന്നെ എന്താ വെച്ചാൽ കാല് വെക്കാനുള്ള സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും കാല് വെക്കാത്തായിരുന്നു. നമ്മളിങ്ങനെ ഒഴുകി പോകണവർ തോന്നി. ഇങ്ങനെ വെറുതെ ഈ സീറ്റിൽ മാത്രമേ നമ്മുടെ ഒരു ഇത് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഓടിക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി ഒന്നുകൂടി പവറാവും. സംഭവം നമുക്ക് വളരെ ചിലവ് ചുരുക്കിയിട്ട് കുറേ ദൂരം പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ പുള്ളിക്കാരൻ്റെ ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ ഒരു വീഡിയോ, നമ്മളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. പുള്ളിക്കാരൻ നമ്മുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പോവാട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്, മൊത്തത്തിൽ കാണിച്ചിട്ടില്ല. അത് പുള്ളിക്കാരൻ വേറൊരു ദിവസം വരും. പിന്നെ പുള്ളിക്കാരനെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അവൻ പോവാൻ കേട്ടോ. ബൈ.